ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ 8ാമത്തെ പാഠത്തിൻ്റെ പേരാണ് പച്ചിലത്തുമ്പിലൂടെ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ആദ്യം തന്നെ ഒരു കവിതയാണ്. ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു, ഒരു കതിർ നീണ്ടു ഭൂമി പൊലിച്ചു. അയ്യപ്പ പണിക്കർ എഴുതിയതാണ്. ഒരു മഴ പെയ്തപ്പോൾ ഭൂമി കുളിർത്തു, നനഞ്ഞു. ഒരു കതിർ നീണ്ടു ഭൂമി ഭംഗിയായി എന്നാണ് പറയുന്നത്. മഴ പെയ്തു മണ്ണ് കുളിർത്തു, വെണ്ടവിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ പുതഞ്ഞു കിടന്നു. വിത്തുകൾ മുളപൊട്ടി, തളിരിലകൾ തല നീട്ടി. അവർ മുകളിലേക്ക് നോക്കി. ഹായ് നീലാകാശം, ചുറ്റിലും പച്ചയുടുപ്പിട്ട ചെടികൾ. പലതരത്തിൽ പല വലുപ്പത്തിൽ വെണ്ടയും മത്തനും പതിയെ വളർന്നു. എന്താണ് പറയുന്നത്? മഴ പെയ്തു, മണ്ണെല്ലാം നനഞ്ഞു. അപ്പോൾ വെണ്ടവിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ കിടന്ന് വിത്തുകൾ മുള പൊട്ടി. എന്നിട്ടോ തളിരിലകൾ മുകളിലേക്ക് വന്നു. അപ്പോൾ അവർ കണ്ടത് നീലാകാശം, അതുപോലെ തന്നെ പച്ചയുടുപ്പിട്ട ചെടികൾ. അതെങ്ങനെയുള്ളത്? പല തരത്തിലുണ്ട്, അതുപോലെ തന്നെ പല വലുപ്പത്തിൽ ഉണ്ട്. അങ്ങനെ വെണ്ടയും മത്തയും പതിയെ വളർന്നു. വെണ്ടച്ചെടി മൊട്ടിട്ടു തുടങ്ങി. മൊട്ടുകൾ വിരിഞ്ഞു, മഞ്ഞപ്പൂക്കളായി. പൂക്കൾ കൊഴിഞ്ഞു, കായകൾ നീണ്ടുവന്നു. വെണ്ടച്ചെടി തലയുയർത്തി നിവർന്നു നിന്നു. മത്തൻ തല താഴ്ത്തി നിലത്ത് ഇഴഞ്ഞു തുടങ്ങി. അപ്പോൾ വെണ്ടച്ചെടി മൊട്ടിട്ടു തുടങ്ങി, മൊട്ടുകൾ വിരിഞ്ഞു, മഞ്ഞപ്പൂക്കൾ വന്നു, പിന്നെ പൂക്കൾ കൊഴിഞ്ഞു, കായ വന്നു. വെണ്ടച്ചെടി എങ്ങനെയാണ് വളർന്നത്? നിവർന്ന് നിന്നാണ് വളർന്നത്. എന്നാൽ മത്തനോ? തല താഴ്ത്തി നിലത്ത് ഇഴഞ്ഞിട്ടാണ് വളർന്നത്. മത്തന് സ്പ്രിങ് പോലെ കൈകൾ നീണ്ടുവന്നു. അത് വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റി മുകളിലേക്ക് കയറാൻ നോക്കി. വെണ്ടച്ചെടിക്ക് സംശയമായി. അപ്പോൾ മത്തയ്ക്ക് നേരെ നിൽക്കാൻ കഴിവില്ല, അല്ലേ? മറ്റ് ചെടികളുടെ മേൽ ഇങ്ങനെ പിടിച്ചാണ് വളരുന്നത്. ഹേയ്, നീ എന്തിനാണ് എൻ്റെ തണ്ടിൽ പിടിച്ചു കയറുന്നത്? എന്തിനാ ഇങ്ങനെ മണ്ണിൽ ഇഴയുന്നത്? നിനക്ക് നിവർന്ന് നിന്നുകൂടെ? അപ്പോൾ വെണ്ടച്ചെടി മത്തയോട് സംശയം ചോദിക്കുകയാണ്. ഹേയ്, നീ എന്തിനാണ് എൻ്റെ തണ്ടിൽ പിടിച്ചു കയറുന്നത്? എന്തിനാ ഇങ്ങനെ മണ്ണിലൊക്കെ ഇഴയുന്നത്? നിനക്ക് എന്നെപ്പോലെ നിവർന്ന് നിന്നുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മത്തൻ പറയാണ്, എനിക്ക് സ്വന്തമായി നിവർന്ന് നിൽക്കാൻ കഴിയില്ല. മത്തൻ വള്ളി പുഞ്ചിരിച്ചു. മത്തയ്ക്ക് സ്വന്തമായിട്ട് നിവർന്ന് നിൽക്കാൻ കഴിയില്ല. ഞാൻ സഹായിക്കാം, കറിവേപ്പ് പറഞ്ഞു. മത്തൻ വള്ളി കറിവേപ്പിൻ്റെ ചില്ലയിലേക്ക് പടർന്നു കയറി. വെണ്ടച്ചങ്ങാതി നോക്ക്, അവൻ നിനക്കൊപ്പം ഉയരത്തിലായി. വെണ്ടച്ചെടിക്ക് സന്തോഷമായി. അങ്ങനെ മത്തൻ വള്ളി കറിവേപ്പിൻ്റെ മുകളിലേക്ക് പടർന്നു കയറി ഉയരത്തിലേക്ക് പോയി, അല്ലേ? അപ്പോൾ വെണ്ടച്ചെടിയുടെ ഒപ്പം തന്നെ എത്തി. അതേ ഉയരത്തിലായപ്പോൾ കറിവേപ്പില പറയുകയാണ്, നോക്കൂ, ഇപ്പോൾ മത്തനും നിൻ്റെ അതേ ഉയരമായി എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ വെണ്ടച്ചെടിക്ക് സന്തോഷമായി. കണ്ടില്ലേ, മത്തൻ വള്ളി ഓരോ ചെടിയിലും പടർന്നു കയറുകയാണ് ചെയ്യുന്നത്. എനിക്ക് ദൂരേക്ക് വിത്ത് വിതരാൻ കഴിയുമല്ലോ, വെണ്ടച്ചെടി വിളിച്ചു പറഞ്ഞു. അതെങ്ങനെ? മത്തൻ വള്ളി കണ്ണുകൾ വിടർത്തി. അപ്പോൾ വെണ്ടച്ചെടി പറയാണ്, എനിക്ക് ദൂരേക്ക് വിത്തുകൾ വിതറാൻ കഴിയുമെന്ന്. അപ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ് മത്തൻ വള്ളി. ഇപ്പോൾ കാണിച്ചു തരാം. വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ചു. വിത്തുകൾ 4 പാടും ചിതറി. ആഹാ, കൊള്ളാമല്ലോ സൂത്രം. മത്തന് അത്ഭുതമായി. അപ്പോൾ എന്താണ് വെണ്ടച്ചെടി ചെയ്തത്? ഉണങ്ങിയ കായകളുണ്ടാവും, അല്ലേ? അത് പൊട്ടിത്തെറിച്ചു. അപ്പോൾ വിത്തുകൾ 4 പാടും ചിതറി. അപ്പോൾ ആ വിത്ത് മണ്ണിൽ ചേരുന്നിടത്തെല്ലാം വെണ്ടച്ചെടി മുളയ്ക്കും. ഈ കാഴ്ച കണ്ട അപ്പൂപ്പൻ താടി പറന്നു വന്ന് മത്തൻ വള്ളിയിലിരുന്നു. നീ എങ്ങനെ ഇവിടെ എത്തി? മത്തൻ വള്ളി ചോദിച്ചു. അപ്പൂപ്പൻ താടി മത്തൻ വള്ളിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ദൂരേക്ക് പറന്നുപോയി. അപ്പോൾ വെണ്ടച്ചെടി വിത്തുകളിങ്ങനെ 4 പാടേക്കും തെറിപ്പിച്ചു, അല്ലേ? അത് കണ്ടിട്ടാണ് അപ്പൂപ്പൻ താടി വന്നത്. അപ്പോൾ മത്തൻ വള്ളി ചോദിക്കുകയാണ്, നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. അപ്പോൾ എന്തായിരിക്കും അപ്പൂപ്പൻ താടി മത്തൻ വള്ളിയുടെ ചെവിയിൽ പറഞ്ഞത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൂപ്പൻ താടി? അപ്പൂപ്പൻ താടി കാറ്റത്തിങ്ങനെ പറന്ന് നടന്നിട്ടാണ് ഓരോ സ്ഥലത്തും എത്തുന്നത്. എന്നിട്ട് അത് പതിക്കുന്ന സ്ഥലത്ത് ആ വിത്ത് മുളച്ച് ചെടിയാകും. എന്തായിരിക്കും അപ്പൂപ്പൻ താടി പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ കാറ്റിലൂടെ പറന്നു വന്നു എന്നാണ് അപ്പൂപ്പൻ താടി മത്തൻ വള്ളിയോട് പറഞ്ഞിട്ടുണ്ടാവുക.
വെണ്ടച്ചെടി കാണിച്ച സൂത്രം എന്തായിരുന്നു? വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായകൾ പൊട്ടിത്തെറിച്ചു. വിത്തുകൾ 4 വാടും ചിതറി. കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ചിത്രമാക്കാം. നിങ്ങൾക്ക് ഏത് ഭാഗമാണോ ഇഷ്ടപ്പെട്ടത് അത് ചിത്രമാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരങ്ങളും വള്ളികളും മൃഗങ്ങളുമൊക്കെയാണ് മനുഷ്യൻ്റെ ഉറ്റ ബന്ധുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീബുദ്ധനാണ്. മരങ്ങളും വള്ളികളും മൃഗങ്ങളുമൊക്കെയാണ് മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. ഒരു പാട്ടാണ് ഇലയും കറിയും. എത്ര ഇലക്കറി അറിയാം പറയുക, ഏതില നിങ്ങൾ കറി വയ്ക്കും? മത്തനിലക്കറി അറിയാം ഞങ്ങൾ, കുമ്പളയിലയും കറി വയ്ക്കും. ചുവന്ന ചീര പച്ചച്ചീര മുള്ളൻ ചീരക്കറി അറിയാം, പയറിലയറിയാം ചേമ്പിലയറിയാം, മുരിങ്ങയിലയും കറി വയ്ക്കും. താളും തകരയും അറിയാം, പിന്നെ തഴുതാമക്കറി അറിയാമേ. പുതിനയിലയും കറിവേപ്പിലയും കറിയിൽ ചേരും മല്ലിയില. എത്ര ഇലക്കറി അറിയാം പറയുക, ഏതില നിങ്ങൾ കറി വയ്ക്കും? അപ്പോൾ ഏത് ഇല കറി വയ്ക്കും എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ചീരയുടെ പേരറിയാം? ഇതിൽ പറയുന്നത് ചേമ്പില, മുരിങ്ങയില, തഴുതാമയില, ചുവന്ന ചീര, പച്ചച്ചീര, മുള്ളൻ ചീര, പയറില, ചേമ്പില, കറിവേപ്പില, പുതിനയില, താള്, തകര, കുമ്പളത്തിൻ്റെ ഇല, ഇതുകൊണ്ടൊക്കെ കറി വയ്ക്കും എന്നാണ്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ കറി വെച്ച് കൂട്ടിയിട്ടുണ്ടോ? ഭക്ഷണമായി ഉപയോഗിക്കാറുള്ള ഇലകൾ ഏതെല്ലാം എഴുതി നോക്കാം. ചേമ്പില, മുരിങ്ങയില, മത്തയില, പയറില, താള്, തകര, കുമ്പളത്തിൻ്റെ ഇല, പച്ചച്ചീര, ചുവന്ന ചീര, അഗസ്ത്യച്ചീര, പൊന്നാങ്കണ്ണി ചീര. ഇനിയും ഒരുപാട് ഇലകളുണ്ട്. ഇല കൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം വീട്ടിൽ അന്വേഷിച്ച് പാചകക്കുറിപ്പെഴുതാം. ചീരത്തോരൻ. ചേരുവകൾ: ചീര, പച്ചമുളക്, തേങ്ങ ചിരകിയത്, വെളുത്തുള്ളി, ചുവന്നുള്ളി, മുളക് ചതച്ചത്, വെളിച്ചെണ്ണ, കടുക്, പച്ചരി, വറ്റൽമുളക്, കറിവേപ്പില. തയ്യാറാക്കുന്ന വിധം: തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, മുളക് ചതച്ചത് എന്നിവ ചതച്ചെടുക്കുക. ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ കടുക്, പച്ചരി എന്നിവ ചേർക്കുക. കടുക് പൊട്ടിയാൽ മുളക്, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് വഴന്നു വരുമ്പോൾ ചീര ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ചീരയുടെ നടുവിൽ തേങ്ങ ചതച്ചത് ചേർത്ത് ചീര കൊണ്ട് മൂടിയതിനു ശേഷം 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം നന്നായി യോജിപ്പിക്കുക. ചീരത്തോരൻ തയ്യാർ. ഇലകളെ നിരീക്ഷിക്കാം. നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിയ ഇലകൾ ഏതൊക്കെയാണ്? ചെറിയ ഇലകൾ ഏതൊക്കെയാണ്? ചുറ്റുപാടും നിരീക്ഷിച്ച് കണ്ടെത്താം, പട്ടികപ്പെടുത്താം. വലിയ ഇലകൾ എന്ന് പറയുന്നത് വാഴയില, ചേമ്പില, തെങ്ങോല, താമരയില, പനയോല, റാഫിയ റീഗാലിസ്. റാഫിയ റീഗാലിസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പനയുടെ ഇലയാണ്. ചെറിയ ഇലകൾ എന്ന് പറയുന്നത് കറിവേപ്പില, പുളിയില, മല്ലിയില, പുതിനയില, മുരിങ്ങയില, മുക്കുറ്റിയില, മൈലാഞ്ചിയില ഇതൊക്കെയാണ്. ഋഷിതയുടെ ഡയറി. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് കുപ്പിയിലെ വെള്ളത്തിൽ ഞാനൊരു ചെടി വെച്ചിരുന്നു. അതിൽ കുഞ്ഞു വേരുകൾ വരാൻ തുടങ്ങിയത് ഇന്നാണ്. ഞാൻ അതിലേക്ക് കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ ഋഷിതയുടെ ഡയറിയിലുണ്ടായിരുന്നത് എന്താണ്? കുറച്ച് ദിവസം മുമ്പ് ഋഷിത കുപ്പിയിലെ വെള്ളത്തിൽ വെച്ച ചെടിക്ക് വേര് വന്നു തുടങ്ങിയിരിക്കുന്നു. ആ സന്തോഷമാണ് അവൾ അതിലെഴുതിയിരിക്കുന്നത്. ഋഷിതയുടെ ഡയറി വായിച്ചല്ലോ. മണ്ണിലല്ലാതെ വളരുന്ന സസ്യങ്ങളുണ്ടോ? അന്വേഷിച്ചറിയാം. കൂട്ടുകാരുമായി പങ്കുവയ്ക്കാം. മണ്ണിലല്ലാതെ വളരുന്ന സസ്യങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? താമര, ആമ്പൽ, കുളവാഴ, അസോള, വാട്ടർ ക്യാബേജ്, മണി പ്ലാന്റ്, സിങ്കോണിയം, സ്പൈഡർ പ്ലാന്റ്, ബോട്ട് ലില്ലി, കോളിയസ്, ലക്കി ബാമ്പു ഇതൊക്കെയാണ്. രൂപങ്ങൾ നിർമ്മിക്കാം.
ഇലകൾ ഒട്ടിച്ചു ചേർത്ത് രൂപങ്ങൾ തയ്യാറാക്കാം. കണ്ടില്ലേ, ഇലകൾ ഒട്ടിച്ചു ചേർത്താണ് ഒരു തത്തയെയും അതുപോലെ തന്നെ ഒരു പ്രാണിയെയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും പല ഇലകൾ ഒട്ടിച്ചു ചേർത്ത് രൂപങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തെങ്ങിനെക്കുറിച്ച് പറയുന്നതാണ്. തെങ്ങ്. ഞാൻ തെങ്ങ്, ഒറ്റത്തടി വൃക്ഷം, എനിക്ക് ചില്ലകളില്ല. ഒറ്റത്തടിയായിട്ട് വളരുന്നതാണ്, മറ്റ് കൊമ്പുകളൊന്നും ഇല്ല തെങ്ങിന്. കണ്ടിട്ടില്ലേ? പിന്നെ നമ്മളോട് പൂരിപ്പിക്കാനാണ് പറയുന്നത്. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമാണ് തെങ്ങ്. എന്തും നൽകുന്ന വൃക്ഷം എന്ന അർത്ഥത്തിൽ തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നു. തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ഉപയോഗമുള്ളതാണ്. തെങ്ങിൽ നിന്ന് നമുക്ക് തേങ്ങ ലഭിക്കുന്നു. തേങ്ങയെ നാളികേരം എന്നും വിളിക്കുന്നു. തെങ്ങോല കൊണ്ട് വീട് മേയാനും കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും. തടി കൊണ്ട് വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാം. തേങ്ങ കൊണ്ട് ഭക്ഷണ സാധനങ്ങളും വെളിച്ചെണ്ണയും ഉണ്ടാക്കാം. ഇളനീർ കുടിക്കാം. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും വിറകായി ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിൽ എവിടെയും എന്നെ കാണാം. കേരവൃക്ഷം എന്നും എനിക്ക് പേരുണ്ട്. നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു സസ്യത്തെക്കുറിച്ച് എഴുതി നോക്കാം. വാഴ. വാഴപ്പഴം തരുന്ന ഒരു സസ്യമാണ് വാഴ. വാഴയുടെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമാണ്. വാഴപ്പഴത്തിനു പുറമെ വാഴയില ഭക്ഷണം കഴിക്കാനും വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് എന്നിവ കറി വയ്ക്കാനും വാഴനാര് പലവിധ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. നമ്മുടെ നാട്ടിൽ പല ഇനത്തിലുള്ള വാഴകളുണ്ട്. പാളയംകോടൻ, ഞാലിപ്പൂവൻ, നേന്ത്രൻ, റോബസ്റ്റ് എന്നിവ അതിൽ ചിലതാണ്. വാഴ ഒരു ഒറ്റത്തടി സസ്യമാണ്. വാഴയുടെ ചുവട്ടിൽ ഉള്ള കന്നാണ് പുതിയ തൈകൾക്കായി ഉപയോഗിക്കുന്നത്. ആരാണ്? തോട്ടുവക്കിൽ, തൊടിയിൽ, ഇടവഴിയിലും ഇലവിരിക്കും, പൂത്തു പുഞ്ചിരിക്കും. മുള്ളുള്ള കൂട്ടരാണെങ്കിലും ഞങ്ങളെ തൊട്ടു നോക്കല്ലേ, പിണങ്ങി നിൽക്കും. അപ്പോൾ തോട്ടുവക്കിലും തൊടിയിലും ഇടവഴിയിലും ഒക്കെ ഇല ഇങ്ങനെ വിരിച്ച് പൂത്ത് പുഞ്ചിരിച്ച് നിൽക്കും. പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ പിണങ്ങും. ആരാണ്? തൊട്ടാവാടി. അടുത്തത് ഊന്നിക്കയറാൻ ഊന്നലു വേണം, പടർന്നു വളരാൻ പന്തലു വേണം. വിരലുകൾ പോലില്ല പൂക്കൾ മഞ്ഞ, തോരണമായി തൂക്കിയ കായ്കൾ, കായിൽ മുള്ള് രുചിയിൽ കയ്പ്, കറിയിൽ ഗുണമിവൻ ആരാവാം. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. ഊന്നി കയറാൻ ഒരു ഊന്നൽ വേണം പടർന്നു കയറാനായിട്ട്. അതുപോലെ തന്നെ പന്തൽ വേണം. ഇലകൾ വിരലുകൾ പോലെയാണ്, പൂക്കൾ മഞ്ഞ കളറിലാണ്. പിന്നെ തോരണം തൂക്കിയതുപോലെ കായ്കൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. കായയിൽ മുള്ളുണ്ട്. അതുപോലെ തന്നെ കയ്പാണ് രുചി. നല്ല ഗുണം ഉള്ള ഒന്നാണ്. എന്താണ്? കയ്പയ്ക്ക. അടുത്തത് പൂവിൽ നിന്നും കായ വിരിഞ്ഞാൽ കാലിൽ കല്ലുകൾ കെട്ടിത്തൂക്കി താഴോട്ടെത്താൻ വലിച്ചു നീട്ടും പന്തലിൽ വളരും ഞാനാര്. പൂവിൽ നിന്ന് കായ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് താഴേക്ക് നേരെ വളരാനായിട്ട് കാലിൽ കല്ലുകൾ കെട്ടിത്തൂക്കും. പന്തലിലാണ് വളരുന്നത്. ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പടവലങ്ങ. പാടി രസിക്കാം മരം. കാട്ടിലെ കിളികൾക്കും മരം വേണം, നാട്ടിലെ മനുഷ്യർക്കും മരം വേണം. പറക്കുന്ന തുമ്പിക്കും ചിരിക്കുന്ന കുഞ്ഞിനും മരിക്കുന്ന വൃദ്ധനും മരം വേണം. ശ്വസിക്കുവാൻ പ്രാണനായി മരം വേണം, കുടിക്കുവാൻ ജലമായി മരം വേണം. വിശപ്പിന് പഴമായി മരം വേണം, എരിയുവാൻ വിറകായി മരം വേണം. എന്താണ് പറയുന്നത്? കാട്ടിലെ കിളികൾക്കും അതുപോലെ തന്നെ നാട്ടിലെ മനുഷ്യർക്കും മരം വേണം. പറക്കുന്ന തുമ്പിക്കും ചിരിക്കുന്ന കുഞ്ഞിനും അതുപോലെ തന്നെ മരിക്കാനായ വൃദ്ധനുമൊക്കെ മരം വേണം. ശ്വസിക്കുവാനായിട്ട് പ്രാണനായിട്ട് മരം വേണം. അതുപോലെ തന്നെ കുടിക്കുവാൻ ജലമായിട്ട് മരം വേണം. വിശയ്ക്കുമ്പോൾ പഴമായിട്ട് മരം വേണം. അതുപോലെ തന്നെ എരിയുവാൻ വിറകായിട്ട് മരം വേണം. വിണ്ണിൻ്റെ മഴയായി മരം വേണം, മണ്ണിൻ്റെ ഉയിരായി മരം വേണം. കണ്ണിന് കുളിരായി മരം വേണം, ഞങ്ങൾക്ക് തുണയായി മരം വേണം. വെട്ടല്ലേ വെട്ടല്ലേ വലിയോരെ, വിറ്റു കാശാക്കല്ലേ പെരിയോരെ. കാടിതു ഞങ്ങൾക്കു വീടാണേ, വീട് മുടിക്കല്ലേ ഉടയോരെ. സുഗതകുമാരി ടീച്ചറാണ് എഴുതിയിരിക്കുന്നത്.
വിണ്ണിൻ്റെ ആകാശത്തിൻ്റെ മഴയായിട്ട് മരം വേണം. അതുപോലെ തന്നെ മണ്ണിൻ്റെ ജീവനായിട്ട് മരം വേണം. കണ്ണിന് കുളിരായി മരം വേണം. ഞങ്ങൾക്ക് തുണയായിട്ട് മരം വേണം. അതുകൊണ്ട് തന്നെ മരം എല്ലാ കാര്യത്തിലും വേണം അല്ലേ? അതുകൊണ്ടത് വെട്ടല്ലേ വെട്ടല്ലേ വലിയോരേ, അത് വിറ്റ് കാശാക്കല്ലേ പെരിയോരേ. കാട് ഞങ്ങൾക്ക് വീടാണ്, വീട് മുടിക്കല്ലേ ഉടയോരേ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പച്ചിലത്തുമ്പിലൂടെ എന്നുള്ള ഈ പാഠവും അതിലെല്ലാ പ്രവർത്തനങ്ങളും പാട്ടുകളും ഒക്കെ ഇഷ്ടമായില്ലേ? മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്